എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പം അല്ലെങ്കിൽ റോസ് കുക്കീസ് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അച്ചപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിൽ ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഏത് ടൈപ്പ് പച്ചരി വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. ഇത് ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറോളം സമയം വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുതിർത്തിയെടുക്കുക. അതിനുശേഷം വെള്ളമൊക്കെ ഇതുപോലെ ഊറ്റി കളയുക. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ തീരെ വെള്ളം ഉണ്ടാവരുത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ അരിയിലും വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തുക. കുറച്ച് സമയം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഇതുപോലെ നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് അളവിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞ് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അടുത്ത ബാച്ചും ഇട്ടിട്ട് ഇതുപോലെ തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഈ 1.5 കപ്പ് അരി പൊടിച്ചെടുക്കണത്. ഇപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തരികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അച്ചപ്പം തയ്യാറാക്കുമ്പോൾ തരികളുണ്ടെങ്കിൽ അച്ചപ്പം കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലപോലെ ഒന്ന് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ അരിപ്പില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജ്യൂസൊക്കെ അരിക്കണ അരിപ്പുണ്ടല്ലോ, അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അരിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് വലിയ ഹോളുള്ള അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കരുത്. അപ്പോൾ പിന്നെ വലിയ തരികളൊക്കെ ഉള്ളിലേക്ക് പോവുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ മിക്സിയിൽ അടിച്ചപ്പോൾ ഉള്ള ഒരു കട്ടയാണ്. അത് ഇങ്ങനെ കൈ വെച്ച് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ എന്തായാലും തരികൾ ഇതിൽ. അപ്പോൾ തരികളൊക്കെ നമുക്ക് മാറ്റാം. എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അളവിൽ തരികളുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വീണ്ടും പൊടിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് അരിച്ചെടുത്താൽ മതി. കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാനൊന്ന് അരിച്ചെടുക്കട്ടെ. പിന്നെ അരി ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് പൊടിച്ചെടുക്കാതെ അരച്ചെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അച്ചപ്പം തയ്യാറാക്കിയെടുക്കാം. പക്ഷേ വെള്ളമൊക്കെ ചിലപ്പോൾ കൂടിപ്പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ട്രഡീഷണൽ രീതിയിലെന്ന് പറയുമ്പോൾ ഇതുപോലെ വറക്കാത്ത പൊടി, അതായത് പച്ചപ്പൊടി യിലാണ് സാധാരണ അച്ചപ്പം തയ്യാറാക്കിയെടുക്കാറ്. അപ്പോൾ അത് കാരണം തന്നെയാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യണത്. കണ്ടില്ലേ ഇപ്പോൾ ഇത്രയും തരികൾ വന്നിട്ടുണ്ട്. ഈ തരികൾ നമുക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം മുട്ടയാണ്. ഒരു മുട്ടയാണ് ഇപ്പോൾ 1.5 കപ്പ് പൊടിയിലേക്ക് നമുക്ക് വേണ്ടത്. അത് കറക്റ്റായിട്ടുള്ളൊരു അളവ് തന്നെയാണ്. അപ്പോൾ അത് ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ മിക്സായിട്ട് വന്നോളും. ഇനി ഇത് ഈ പൊടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന നാളികേരപ്പാലിൻ്റെ അളവിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. 4 ടേബിൾ സ്പൂൺ മുതൽ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ വരെ കറക്റ്റായിട്ടുള്ളൊരു അളവ് തന്നെയായിരിക്കും. പിന്നെ പഞ്ചസാരയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അച്ചപ്പം. ഇനി ഇതിലേക്ക് 1 കപ്പ് നാളികേരപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയുള്ള പാലാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. അതായത് 1-ാം പാല് എന്ന് പറയുമല്ലോ അത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളികേരപ്പാൽ ഒഴിക്കുമ്പോൾ ആദ്യം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ലൂസായിട്ട് മാറും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസാവാനും പാടില്ല, അതുപോലെ ഒരുപാട് തിക്കാവാനും പാടില്ല. 2 രീതിയിൽ വന്നാലും അച്ചപ്പം കറക്റ്റായിട്ട് വരില്ല. ഒരു മീഡിയം തിക്നെസ്സോട് കൂടിയ ഒരു ബാറ്ററായിട്ട് വേണം ഇത് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളികേരപ്പാൽ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് കുറച്ച് അധികം അളവിൽ എടുത്ത് വെക്കുക. നമുക്കിപ്പോൾ കറക്റ്റ് അറിയാൻ പറ്റില്ല എത്രയ്ക്ക് വേണമെന്നുള്ളൊരു കാര്യം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അതായത് മധുരമുള്ള എന്ത് ഐറ്റംസ് തയ്യാറാക്കുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കറക്റ്റ് 1 കപ്പ് അളവിൽ തന്നെയാണ് നാളികേരപ്പാൽ ചേർത്തിട്ടുള്ളൂ. ബാക്കി നാളികേരപ്പാൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്.
അപ്പോൾ നമ്മൾ എടുക്കണ മുട്ടയുടെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് നാളികേരപ്പാലിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി ഇത് ഞാനൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാരയൊക്കെ കറക്റ്റായിട്ട് ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കിട്ടണ പഞ്ചസാര കുറച്ച് വലിയ തരികളോട് കൂടിയതാണ്. അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സിയിലിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ, പക്ഷെ അത് നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് വിസ്ക് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വരുന്നു മാത്രം. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മതി. മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് ബാറ്റർ ലൂസായിട്ട് വരും, ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരണ സമയത്ത്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് ആദ്യം മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ വന്നോളും. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അച്ചപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് എള്ളാണ്, കറുത്ത എള്ള്. ഇത് നമുക്കൊരു 3/4 ടീസ്പൂണോളം അളവിൽ ചേർത്ത് കൊടുക്കുക. ഒരുപാട് അളവിൽ വേണ്ട, ഒരുപാട് അളവിലായാലും അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് വരില്ല. പിന്നെ നിങ്ങൾക്ക് ജീരകം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യുമിൻ സീഡ്സ് ഉണ്ടല്ലോ, നല്ല ജീരകം, അത് ഒരു 1/2 ടീസ്പൂണോളം അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കണില്ല, എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല ജീരകം, അത് കാരണം. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ അച്ചപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. നല്ലൊരു പരന്ന പാനോ അല്ലെങ്കിൽ ഉരുളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു നാടൻ ടേസ്റ്റ് തന്നെ കിട്ടും അച്ചപ്പത്തിന്. ആ വെളിച്ചെണ്ണയുടെ ഒരു മണവും എല്ലാം കൂടി. അപ്പോൾ ഇവിടെ തണുപ്പായ കാരണമാണ് കേട്ടോ വെളിച്ചെണ്ണ ഇതുപോലെ കട്ട പിടിച്ചിരിക്കണത്. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ തന്നെ ഒന്ന് ഉരുകി വരട്ടെ. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ വേണം ഇതിലേക്ക്. ഇനി നമ്മൾ അച്ചുണ്ടല്ലോ, അച്ച് വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. നന്നായിട്ട് ചൂടാവണം അച്ച്. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഇതിൽ ഈ ബാറ്ററിൽ മുക്കിയെടുക്കുള്ളൂ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ട്രഡീഷണൽ രീതിയിലുള്ള അച്ചും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതാകുമ്പോൾ മയക്കൊക്കെ എടുക്കണം, അല്ലെങ്കിൽ വിട്ടു പോരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഈ ഒരു സമയത്ത് നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെയിനറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അച്ചപ്പത്തിൻ്റെ അച്ച് അല്ലെങ്കിൽ മോൾഡ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായാൽ മാത്രമേ ഈ ബാറ്റർ ആ മോൾഡിൽ നന്നായിട്ട് പിടിക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അത് കോട്ടായിട്ട് വരില്ല. ഇപ്പോൾ ആവശ്യത്തിന് തന്നെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി മോൾഡ് നമുക്ക് ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ 3/4 ഭാഗത്തോളം മാത്രമേ ഈ മോൾഡ് ബാറ്ററിൽ മുക്കാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ മോൾഡിൽ നിന്ന് വിട്ട് വരില്ല അച്ചപ്പം. അപ്പോൾ പിന്നെ അത് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതിൽ പിടിച്ചിരിക്കും. ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് വിട്ട് വന്നോളും. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ അച്ചാകുമ്പോൾ വിട്ട് പോരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വിടിയിച്ചെടുക്കാൻ പറ്റും. ഇനി വീണ്ടും ഈ അച്ചപ്പത്തിൻ്റെ അച്ച് എണ്ണയിൽ വെച്ച് ചൂടാക്കുക. അതിനുശേഷം വീണ്ടും ബാറ്ററിൽ മുക്കുക. പിന്നെ വീണ്ടും എണ്ണയിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ എപ്പോഴും അച്ചിന് ചൂടുണ്ടായിരിക്കണം. എണ്ണയിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം മാത്രം ബാറ്ററിൽ മുക്കിയെടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ ഒന്ന് കുടഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ബാറ്ററിൽ വെച്ച് കൊടുക്കണത്. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് കോരി മാറ്റാം. ഒരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ കിച്ചൺ ഡിഷിലേക്കോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് കളറ് മാറാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. ഒരുപാട് ബ്രൗൺ ഷെയ്ഡിലേക്ക് അച്ചപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡിൽ തന്നെ എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അടുത്ത അച്ചപ്പം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരേ സമയം ഇത് ഇട്ട് കൊടുക്കലും അതുപോലെ നേരത്തെ ഇട്ടത് കോരി മാറ്റലും അതുപോലെ മോൾഡ് ഇതുപോലെ ചൂടാക്കലും എല്ലാം ഒരേ സമയത്ത് തന്നെ ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ കുറച്ച് വലിയ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ മോൾഡാണ്, ഒരുപാട് വലിപ്പത്തിലുള്ള മോൾഡൊന്നുമല്ല. എൻ്റെ കയ്യിൽ അച്ചപ്പത്തിൻ്റെ അച്ചുണ്ടായിരുന്നില്ല, അത് കാരണമാണ് ഇത്ര ലേറ്റ് ആയത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പലരും കുറേ നാളുകളായിട്ട് തന്നെ ചോദിക്കുന്ന ഒരു റെസിപ്പി തന്നെയായിരുന്നു അച്ചപ്പം. അപ്പോൾ എന്തായാലും ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴായിരുന്നു അച്ചപ്പത്തിൻ്റെ അച്ച് വാങ്ങിച്ചത്. പക്ഷേ എല്ലാവിടെയും കിട്ടണ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ അച്ചപ്പത്തിൻ്റെ അച്ച് എന്ന് പറയുന്നത്. കാരണം എല്ലാ നാട്ടിലുള്ള ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്, ഇന്ത്യയിലെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ അച്ചപ്പം അല്ലെങ്കിൽ റോസ് കുക്കീസ് എന്ന് പറയുന്നത്.
അപ്പോൾ ആമസോണിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. എനിക്കിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഈ മോൾഡ് യൂസ് ചെയ്തിട്ട് നല്ലതെന്ന് തന്നെയാണ് തോന്നണത്. വിട്ട് വരാനൊന്നും തീരെ ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിക്കുക, അതുപോലെ എണ്ണയുടെ ചൂട് ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി വീണ്ടും മോൾഡ് നന്നായിട്ട് ചൂടാക്കുക. ആ ഒരു സമയത്ത് നേരത്തെ ഇട്ട് കൊടുത്ത ആ അച്ചപ്പം തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് നമ്മൾ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കില്ലേ, അപ്പോൾ അത് കമത്തി ഇട്ട് കൊടുക്കുക. അതായത് അതിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഉള്ള ഭാഗം ഉണ്ടല്ലോ, അത് കമന്ന് കിടക്കണം. എന്നാലാണ് അതിലുള്ള എണ്ണ സ്ട്രെയിനറിലൂടെ താഴേക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ എണ്ണ അതിൽ തന്നെ കിടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എക്സസ് ആയിട്ടുള്ള എണ്ണ പോകണമെന്നുണ്ടെങ്കിൽ ഒരു കിച്ചൺ ഡിഷിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ ആവശ്യമില്ലാതെ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് പല ഷേപ്പിൽ കാണാം. ഈ അച്ചപ്പത്തിൻ്റെ അച്ചെന്ന് പറയുന്നത് ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ, അതുപോലെ പല വെറൈറ്റി ഷേപ്സിലൊക്കെ കാണാം. ഇതെന്നൊക്കെ പറയുന്നത് ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഷേപ്പ് തന്നെയാണ്. അപ്പോൾ പല സൈസിലും കാണാം നമുക്ക്. അപ്പോൾ ചെറുതൊക്കെ ആകുമ്പോൾ നമുക്ക് സാധാരണ വീട്ടിലത്തെ യൂസിനൊക്കെ ആകുമ്പോൾ ചെറിയ പാത്രത്തിലൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ മോൾഡായിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നുന്നു. ഇതുപോലെയുള്ള പാത്രങ്ങളിലൊക്കെ തയ്യാറാക്കുമ്പോൾ ഉരുളിയിലൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വലിയ മോൾഡൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു മോൾഡ് നമ്മൾ ബാറ്ററിൽ മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുമല്ലോ, ആ ഒരു സമയത്ത് അതായത് ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഈ മോൾഡ് തട്ടി നിൽക്കരുത്. തട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പിൽ അച്ചപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല. കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ പൊക്കി പിടിക്കണം, പക്ഷേ എണ്ണയിൽ മുങ്ങി നിൽക്കണം. ഇപ്പം അച്ചപ്പൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തന്നെയാണ് കറക്റ്റായിട്ട് തന്നെ വരുള്ളൂ. ഈ രീതിയിൽ നമുക്ക് എല്ലാ അച്ചപ്പവും തയ്യാറാക്കിയെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ലൈറ്റായിട്ടാണ് തയ്യാറാക്കിയിരിക്കണത്. അതായത് ഒരുപാട് മുറുക്കൊന്നുമില്ല, കടിക്കാൻ വേണ്ടിയിട്ട് മുറുക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. മധുരമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാം. എല്ലാം തയ്യാറാക്കിയെടുത്തതിന് ശേഷം കണ്ടില്ലേ, നമ്മുടെ എല്ലാ അച്ചപ്പവും റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ അമ്മ തയ്യാറാക്കണ ആ സെയിം രീതിയിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ പെർഫെക്റ്റാണ്. മധുരമൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാലും അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുകൂടാതെ നിങ്ങളുടെ വീഡിയോ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. മറ്റൊരു റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.